ഒരു ഭാഗത്ത് ജാതിയുടെ പേരിൽ അടി കിടക്കുമ്പോൾ വേറൊരു ഭാഗത്ത് പശുവിന്റെ പേരിൽ അടി കിടക്കും, വേറൊരു ഭാഗത്ത് പള്ളിയുടെ പേരിൽ അടി കിടക്കും, വേറൊരു ഭാഗത്ത് അമ്പലത്തിന്റെ പേര് പറഞ്ഞ അടി കിടക്കും. അങ്ങനെ എല്ലാ രീതിയിലും പല ഭാഗങ്ങളിലായിട്ട് ഇവർ ഇതേ തന്ത്രം ഉപയോഗിച്ച് ഇങ്ങനെ വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കും. ഭയങ്കരമായിട്ടുള്ള വർഗീയ കലാപം ഉയർത്തിക്കൊണ്ടേയിരിക്കും. CJP തുടക്കത്തിലെ കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരെ പറയുന്ന ശക്തമായിട്ട് നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കും. പണ്ടും ഇന്നും ആം ആദ്മി പാർട്ടി ചെയ്യുന്ന പോലെ BJPയുടെ ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ മറച്ചു വെക്കാൻ ഇന്ന് ഇന്ത്യയിൽ ഒരു സംഘടനയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം സ്വാധീനം അവർക്ക് സോഷ്യൽ മീഡിയയിലുണ്ട്. ഇനിയും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട, ഡിജിറ്റൽ അരാജകത്വവും നിയമത്തോട് യുവാക്കൾക്ക് ഭയമില്ലാതാവുകയും ചെയ്യും. ശക്തമായിട്ട് കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരെ യുവാക്കൾ തെരുവിലിറങ്ങി വലിയ പ്രക്ഷോഭം നടത്തും. അതാണ് അവരുടെ ഐഡിയ. ഇന്ന് CJP എന്ന് പറഞ്ഞ സംഘടനയിൽ ഏറ്റവും കൂടുതലുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകളെ എതിർക്കുന്നവരും ജോലിയും മറ്റ് സംവിധാനങ്ങളിലെ ക്രമക്കേടുകൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കളാണ്. ഇത്രയും വലിയ നിരാശ നേരിടുന്ന ഒരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കൃത്യമായിട്ടൊരു ലീഡർഷിപ്പ് ഈ സംഘടനയ്ക്ക് അന്നുമില്ല, ഇന്നുമില്ല. കുറച്ചുപേരൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്വയം പ്രഖ്യാപിത നേതാക്കന്മാരൊക്കെ ആയിട്ട് ഈ CJPയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓരോ ദിവസം കഴിയും തോറും സോഷ്യൽ മീഡിയ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, നാടിന്റെ പേരില്, ഏരിയയുടെ പേരില്, സംസ്ഥാനത്തിന്റെ പേരില് എല്ലാം CJPക്ക് ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സംഘടന എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്നുണ്ട്. ആരാ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാ ഇതൊക്കെ നയിക്കുന്നതെന്ന് ഇന്നും വ്യക്തമായിട്ട് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഒരു നേതാവും ഇല്ലാത്തതിന്റെ പേരിൽ ഇവന്മാരെ മൊത്തം ടാർഗറ്റ് ചെയ്ത് എവനെങ്കിലും ഒരുത്ത നാളെ ഒരു ഐഡിയയുമായിട്ട് വന്നൊരു പ്രക്ഷോഭം നടത്താൻ ഇവരെ വെച്ച് ആഹ്വാനം ചെയ്ത യാതൊരു സംശയവും വേണ്ട, ഇതൊന്നും നമ്മുടെ കൈ നിൽക്കത്തില്ല. പണി നമുക്ക് പാലും വെള്ളത്തിൽ കിട്ടും. ആരൊക്കെ മറന്നെന്ന് പറഞ്ഞാലും ഇന്റർനെറ്റ് ഒരു കാലത്തും മറക്കത്തില്ല. ഒരു നേതാവും ഇല്ല, ഒരു ഓഫീസും എങ്ങും ഇല്ലാത്ത സ്ഥിതിക്ക് ഇവന്മാർക്കെതിരെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ടാർഗറ്റ് ചെയ്ത് ഭാവിക്കും ജീവനും ദോഷമുള്ള രീതിയിൽ വർക്ക് ചെയ്യും. ഒരു ഭാഗത്ത് നിന്ന് ഒരുത്തൻ അടി കിട്ടി തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവന്മാർ നാലാ വഴിക്ക് ഓടും. ആരോട് പറയാം, ആര് മുന്നിൽ നിന്ന് നയിക്കും? കേന്ദ്ര സർക്കാരിനെതിരെ BJPക്കെതിരെ ഇതുപോലുള്ള സംഘടനകൾ നിലവിൽ വരുന്നതിനൊന്നും നമ്മൾ എതിർപ്പൊന്നുമല്ല. പക്ഷെ കൃത്യമാക്കി മനസ്സിലാക്കി നമ്മൾ തെരഞ്ഞെടുത്തില്ലെങ്കിൽ നമ്മുടെ ഭാവിയെ ദോഷം ചെയ്യും. ഇനിയുള്ള കാലത്ത് നമ്മൾ തെരുവിൽ കണ്ട വിപ്ലവം കൊണ്ട് മാത്രം നമ്മുടെ രാഷ്ട്രീയ ബോധം മുമ്പോട്ട് പോകത്തില്ല. കൃത്യമായിട്ടും സോഷ്യൽ മീഡിയയിലും തെരുവിലും ഒരേ രീതി പ്രതിഷേധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് തമിഴ്നാട്, ശ്രീലങ്ക പോലുള്ളവ. തമിഴ്നാട് നിങ്ങളൊന്ന് നോക്കിക്കേ, വെറും 2 വർഷം കൊണ്ട് വിജയ് സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിച്ച് തമിഴ്നാടിന്റെ ഭരണം തന്നെ പിടിച്ചു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ വിപ്ലവം കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും വരുംകാല ഭരണം ആര് നയിക്കണമെന്ന് തീരുമാനിക്കുന്നത്. വ്യക്തമായിട്ട് ഒരു നേതൃത്വം ഇല്ലാത്ത സംഘടനയിൽ ചേരാതിരിക്കുക. വർഷങ്ങളായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ പോരാടുന്ന സംഘടനകൾക്കൊപ്പം കൈ ചേർക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ശരിയെന്നോ തെറ്റെന്നോ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം.